പെണ്ണിനെ കാണാൻ പോകുന്നത് ഒരു പടയാണ്. ആരാണടോ നിന്നോട് പറഞ്ഞത് നിന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നാട്ടുകാരെ കാണിക്കാൻ? തീരുമാനമെടുക്കണം ഖത്തറിലെ ഫാമിലികൾ. നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളിനി പെണ്ണ് കാണാൻ പോകുമ്പോ ഒപ്പം ആള് പൊയ്ക്കോട്ടെ, പക്ഷേ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ചെക്കനാരാണോ അയാളും മാത്രമേ കാണാവൂ ആണായിട്ട്. അയാളുടെ കൂടെ പോകുന്ന ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കരുത്. അവരഭിപ്രായം പറഞ്ഞിട്ട് കെട്ടേണ്ടതല്ല. വിവാഹം കഴിക്കുന്ന ഇവനാണ് അവളെ ഇഷ്ടപ്പെടേണ്ടത്. അതിനെ അനുവാദം കൊടുക്കാവൂ. കൂട്ടുകാരൊന്നിച്ചൊരു ബഹളമായിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ ഈ വീടതിന് പറ്റൂല മക്കളെ, നിങ്ങൾക്ക് തൽക്കാലം പോകാമെന്ന് പറയാൻ ആർജവമുള്ള തൻ്റെ ഇടമുള്ള അമ്മോശന്മാര് ഉപ്പമാരുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പൊ കുട്ടിയുടെ കല്യാണം നടക്കുമോ മൗലവി? വമയ്യതവക്കൽ അലല്ലാഹ്, അള്ളാനെ പേടിച്ചിട്ട് റബ്ബിനിഷ്ടമില്ലാത്ത നിയമങ്ങളില്ലെന്ന് വിട്ടുനിന്നതിന്റെ പേരിൽ നിങ്ങളുടെ മകൾ മുടക്കാച്ചരക്കായി വീട്ടിലിരിക്കൂല. എന്തേ കാരണം? അള്ളാനെ ഭയന്നുകൊണ്ടാണോ നിങ്ങളൊരു തെറ്റില്ലെന്ന് പിന്മാറുന്നതെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് തീർച്ചയാണ്. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അള്ളാനെ സൂക്ഷിച്ചുകൊണ്ടൊരാൾ ജീവിച്ചതിന്റെ പേരിൽ ഒരാളും കഷ്ടപ്പെടൂല. എക്സിറ്റുകൾ അവൻ അല്ലാഹു തുറന്നു കൊടുക്കും, തീർച്ചയാണ്. സൂറത്തു ത്വലാഖ് അള്ളാന്റെ ഖുർആനാ പറയുന്നത്. എങ്കിൽ വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ട് ഈ പെണ്ണ് കാണാൻ വരുന്ന വരവുണ്ടല്ലോ, ഒരാളും സമ്മതിച്ചു കൊടുക്കരുത്. ഞാനിത് പറയുമ്പോ മൗലവി കുഴപ്പം നാട്ടിലുണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യാണെന്ന് വിചാരിക്കണ്ട. അള്ളാന്റെ ഇഷ്ടമാണ് നോക്കേണ്ടതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഓരോ വീട്ടിലും ഉണ്ടാവും ചില കാരണന്മാര്, ചമയുന്ന കാർന്നോന്മാര്, ചില അളിയന്മാര്, ചില ഇളയമ്മമാര്, എല്ലായിടത്തെയും അമ്മായിമാര്, എല്ലായിടത്തെയും അളിയാക്കന്മാര്, അത് നാട്ടിലെ വലിയ പ്രമാണിമാരാണ്. അവർക്കൊരു സിസ്റ്റം ഉണ്ടാകും ആ കുടുംബത്തിൽ. നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട്. ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം മുസ്ലിമേ നിനക്ക് വേണം. കാരണം നീ കൈകെട്ടുമ്പോൾ നിസ്കാരത്തിൽ ആയിരക്കണക്കിന് തവണ നിന്റെ ജീവിതത്തിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അല്ലാഹു അക്ബർ, അള്ളയാണ് എനിക്ക് വലുത്. എൻ്റെ ബാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല, അളിയാക്കയല്ല, എളാപ്പയല്ല, മൂത്തമ്മയല്ല, മൂത്തുപ്പയല്ല, ആരുമല്ല, എനിക്ക് വലുത് അള്ളയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ നിനക്ക് പൊരുത്തുള്ളതേ ഞാൻ ചെയ്യൂ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം ആർക്കാണോ, എൻ്റെ അനുഷ്ഠാനങ്ങൾ ആർക്കാണോ, എൻ്റെ ജീവിതം ആ ശക്തിക്ക് വേണ്ടി തന്നെയാണ്. ആ ശക്തിയുടെ പൊരുത്തത്തിലെ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയുള്ളൂ. ഇത് ആർജവത്തോടെ തീരുമാനമെടുക്കാൻ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കഴിയണം, ഉപ്പമാരെ നിങ്ങൾക്ക് കഴിയണം.